ഈ പുഴയും കടന്ന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. നിവിനും കാവേരിയും വിനീതും ഗംഗയും കൂടി യമുനയെ അന്വേഷിച്ച് പോകുവാണ്. സുജാതയും ഗീതയും വന്ന് യമുന തിരിച്ചു വന്നോന്ന് ചോദിക്കുകയാണ് ശാരദയോട്. ശാരദ അവരെ കണ്ടപ്പോ സങ്കടം സഹിക്കാൻ പറ്റാതെ പൊട്ടിക്കരയാണ്. എന്നിട്ട് പറയാണ് യമുന എപ്പോഴും വന്നിട്ടില്ല, അവൾക്ക് എന്താ പറ്റിയതൊന്നും അറിയൂല. അവളെ അന്വേഷിച്ച് പോയ വിനീതും ഗംഗയും കാവേരിയും ഇതുവരെ വിളിച്ചിട്ടുമില്ല. യമുനയ്ക്ക് എന്തേലും പറ്റിയ എനിക്കത് സഹിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് സുജാതയുടെ മുമ്പിൽ പൊട്ടിക്കരയാണ് ശാരദ. ശാരദയും അച്ചമ്മയും വിഷമിച്ചിരിക്കുന്നേ കാണുമ്പോൾ സുജാതയ്ക്കും ഗീതയ്ക്കും സങ്കടാവുന്നുണ്ട്. എന്നിട്ട് ശാരദയെയും അച്ചമ്മയെയും നിളമോളെയും ആശ്വസിപ്പിക്കുകയാണ് സുജാതയും ഗീതയും കൂടി. പിറ്റേന്ന് നേരം വെളുത്തിട്ടാണ് വിശാല് വന്ന് യമുനയെ പൂട്ടിയിട്ട റൂമിന്റെ ഡോറ് തുറക്കുന്നത്. വിശാലിനെ കാണുന്ന യമുന വിശാലിന്റെ കോളറിൽ കയറി പിടിച്ച് ദേഷ്യത്തിൽ ഓരോന്ന് പറയാണ്. നിന്നോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്നോട് ഈ ചതി ചെയ്തത്? എന്റെ കുടുംബക്കാരെ നീ ഇപ്പോ നാട്ടുകാരെ മുമ്പിൽ നാണം കെടുത്തുന്ന പരിപാടിയല്ലേ ചെയ്തു വെച്ചത്? ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് യമുന. വിശാല അപ്പോ യമുനയെ ഇട്ട് ഒരുപാട് അടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീ എന്താ കരുതിയേ എന്റെ അച്ഛൻ തെറ്റ് ചെയ്തതിന് ഞാൻ നിനക്ക് സപ്പോർട്ടായി നിൽക്കുമെന്ന് കരുതിയല്ലേ നീ എന്റെ കൂടെ വന്നത്? കുറച്ചെങ്കിലും ബുദ്ധി വേണമായിരുന്നു നിനക്ക്. നീയും നിന്റെ കുടുംബവും എന്റെ അച്ഛനെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തി. എന്റെ അച്ഛൻ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്റെ അച്ഛന്റെ മേലെ കംപ്ലൈന്റ് കൊടുത്ത് നാട്ടുകാരുടെ ഇടയിൽ നാണം കെടുത്തി ഇതൊക്കെ ചെയ്തില്ലേ? ഇപ്പോ നീ ഒരു ദിവസം മുഴുവൻ ഇവിടെ നിന്നപ്പോ നിന്റെ കുടുംബം നാണം കെട്ടിട്ടുണ്ടാവൂലേ? എനിക്ക് അതാണ് വേണ്ടത്. എന്റെ അച്ഛനോട് ചെയ്തതിന് നീയും നിന്റെ കുടുംബവും ഇത് അനുഭവിക്കണം. യമുന അപ്പോ സങ്കടപ്പെട്ട് കരയാണ്. ഞാൻ കാരണം ഇപ്പോ വീട്ടുകാര് എത്രത്തോളം നാണം കെട്ടിട്ടുണ്ടാകും. എന്നിട്ട് വിശാലിനോട് പറയാണ്, നീ എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത്? നിന്റെ അച്ഛനല്ലേ എന്റെ അച്ഛനെ ചതിച്ചത്, അതുകൊണ്ടല്ലേ ഞങ്ങൾ വന്ന് ചോദിച്ചത്. അത് നിനക്കും നിന്റെ അച്ഛനും നാണക്കേടായിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛനിൽ നിന്ന് തട്ടിയെടുത്ത ക്യാഷ് തിരിച്ചു തന്നാ പോരെ? അത് ചെയ്യാൻ നിനക്ക് കഴിവില്ലാത്തോണ്ടല്ലേ ഇതുപോലത്തെ നാറിയ പരിപാടി നീ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വിശാലിനെ ദേഷ്യത്തിൽ ഓരോന്നും പറയാണ് യമുന. നിന്നെ വിശ്വസിച്ച് വന്ന എന്നെ പറഞ്ഞാ മതി. നിന്റെ സ്വഭാവം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നീ ഇത്ര വൃത്തികെട്ടവനാണെന്ന്. വിശാൽ അപ്പോ യമുനയെ ദേഷ്യത്തില് കുറേ വട്ടം തല്ലുന്നുണ്ട്. യമുന ആണേല് അവസാനം ബോധം കെട്ട് വീഴുവാണ്. യമുന മിസ്സിംഗ് ആണെന്നുള്ള കാര്യം ആ നാട്ടിലെ എല്ലാവരും അറിയുന്നുണ്ട്. എന്നിട്ട് വീട്ടില് ശാരദയും എല്ലാവരും യമുനയെ കാണാഞ്ഞിട്ട് വിഷമിച്ചിരിക്കുവാണ്. ഗംഗയും വിനീതും കാവേരിയും നിവിനും മലയിറങ്ങി ഒരു ടൗണിൽ എത്തിയിട്ടുണ്ട്. അവർക്ക് ഇതുവരെ ആയിട്ടും വിശാല് തന്നെയാണോ യമുനയെ കൊണ്ടുപോയത് എന്ന് ഉറപ്പായിട്ടില്ല. വിശാലും അവന്റെ ഫ്രണ്ട്സും മലയിറങ്ങി എവിടേക്കോ പോയിട്ടുണ്ടെന്ന് മാത്രമേ അവർക്ക് അറിയൂ. നിവിനും കാവേരിയും ഒക്കെ യമുന വിശാലിന്റെ ഒപ്പമാണ് പോയിട്ടുണ്ടാവുക എന്ന വിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. നിവിൻ എന്നിട്ട് കാവേരിയോടും ഗംഗയോടും നിവിനോടും പറയാണ്, വിശാല് എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാകും. കാരണം ചേബാലിന് ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. വിശാല് ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് വരാറുമുണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ വിശാല് യമുനയെ ആ ഗസ്റ്റ് ഹൗസിൽ ആയിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഗംഗയും വിനീതും നിവിനും കാവേരിയും കൂടി ആ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുകയാണ്. അവരെന്നിട്ട് ആ ഗസ്റ്റ് ഹൗസിന് അടുത്ത് എത്തുന്നുണ്ട്. ആ ഗസ്റ്റ് ഹൗസിൽ വിശാലിന്റെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവാണ് യമുനയെ വിശാൽ ഇങ്ങോട്ട് തന്നെയാണ് കൊണ്ടുവന്നതെന്ന്. എന്നിട്ട് വിശാലും അവന്റെ ഫ്രണ്ട്സും കാണാതെ നിവിനും വിനീതും ഗംഗയും കാവേരിയും ആ ഗസ്റ്റ് ഹൗസിന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നിട്ട് വിനീതും നിവിനും കൂടി ആ രണ്ട് ഫ്രണ്ട്സിനെയും പിടിച്ചടിക്കുകയാണ്. എന്നിട്ട് വിശാലിന്റെ അടുത്തേക്ക് വന്ന് വിശാലിന് ഇട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിശാലിനോട് യമുന എവിടെയാണെന്ന് ചോദിക്കുകയാണ് അവര്. വിശാൽ അപ്പോ അവരോട് പറയാണ്, നിങ്ങൾ എന്താ ഈ പറയുന്നേ? ആര് യമുനയെ തട്ടിക്കൊണ്ടു പോയെന്നാ? ഇവിടെ ആരുമില്ല. അപ്പോ വിനീതും കാവേരിയും ഒക്കെ പറയാണ്, നീ അഭിനയിക്കാതെ യമുനയെ എവിടെയാ പൂട്ടി വെച്ചിട്ടുള്ളത്? നീയാണ് യമുനയെ തട്ടിക്കൊണ്ടു വന്നത് എന്ന് ഞങ്ങൾക്ക് അറിയാം.
അപ്പൊ വിശാല് യമുന ഇവിടെ ഇല്ലാന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. വിനീതാണേൽ യമുന എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് വിശാലിനെ ഇട്ട് അടിക്കുവാണ്. അപ്പോ ഗംഗയും കാവേരിയും കൂടി ആ വീട് ഫുള്ള് യമുനയെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. വിശാലാണേൽ യമുനയെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. കാവേരിയും ഗംഗയും ആ വീട് മുഴുവൻ അന്വേഷിച്ചിട്ടും യമുനയെ കാണാനായില്ല. വിശാല് പറയുന്നത് ശരിയായിരിക്കും എന്ന് അവർക്ക് തോന്നാണ്. എന്നിട്ട് അവരവിടുന്ന് പോകുവാണ്. നിവിന് വീണ്ടും വിശാലിനോട് ചോദിക്കുന്നുണ്ട്, നീയാണോ യമുനയെ തട്ടിക്കൊണ്ട് വന്നത് ആണെങ്കിൽ അത് പറയ്, അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാകും. അപ്പോഴും വിശാല് ഞാനല്ലാന്ന് തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്നിട്ട് വിനീതും ഗംഗയും കാവേരിയും നിവിനും വിഷമിച്ചോണ്ടാണ് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോഴാണ് ആ വീടിന്റെ പുറത്ത് ഒരു ചെടികൾക്കിടയിലായിട്ട് യമുനയുടെ ഒരു ചെരുപ്പ് കാണാണ് അവര്. സ്നേഹതീരം വീട്ടിന്റെ മുമ്പിൽ നാട്ടുകാര് ചുറ്റി നിൽക്കുന്ന കണ്ടപ്പോ സുജാത പുറത്തേക്ക് വന്ന് അവരെല്ലാവരും അവിടുന്ന് പറഞ്ഞയക്കാൻ ശ്രമിക്കുകയാണ്. നാട്ടുകാര് സുജാതയോട് ചോദിക്കുകയാണ്, ഈ വീട്ടിലെ യമുനയെ കാണാനില്ല എന്ന് കേട്ടു, ആരുടെ ഒപ്പം പോയതാ? അങ്ങനെ പല ചോദ്യങ്ങളാണ് സുജാതയോട് ചോദിക്കുന്നത്. സുജാത അപ്പൊ അവരോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യം പോയി അന്വേഷിക്ക്, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ നാട്ടുകാരെ പറഞ്ഞയക്കാൻ ശ്രമിക്കുകയാണ് സുജാത. നാട്ടുകാർ ഓരോന്നും പറയുന്ന കേട്ട് ശാരദയ്ക്കും അച്ചമ്മയ്ക്കും എല്ലാവർക്കും സങ്കടമാവുകയാണ്. വിനീതും നിവിനും ഗംഗയും കാവേരിയും വീണ്ടും വന്ന് വിശാലിനെ വിളിക്കുവാണ്. എന്നിട്ട് യമുന എവിടെയെന്ന് ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. നിവിനും വിനീതും ഗംഗയ്ക്കും കാവേരിക്കും മനസ്സിലായിട്ടുണ്ട് വിശാലാണ് യമുനയെ തട്ടിക്കൊണ്ട് വന്നത് എന്ന്. വിനീത് എന്നിട്ട് ദേഷ്യത്തില് വിശാലിനോട് യമുന എവിടെയെന്ന് ചോദിക്കാണ്. വിശാൽ അപ്പോ പറയാണ്, നിങ്ങൾ ഈ ഫീഡ് ഫുള്ളും നോക്കിയതല്ലേ, എന്നിട്ട് യമുനയെ കണ്ടോ? എന്നിട്ട് വീണ്ടും എന്നോട് എന്തിനാ യമുന എവിടെയെന്നിങ്ങനെ ചോദിക്കുന്നേ? യമുന ഇവിടെ ഇല്ലാന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോ വിനീത് യമുനയുടെ ചെരുപ്പ് കാണിച്ച് ചോദിക്കാണ്, യമുന എവിടെ? ആ ചെരുപ്പ് കാണുമ്പോ വിശാലിനും അവന്റെ ഫ്രണ്ട്സിനും എല്ലാവരും ഒന്ന് പേടിക്കുന്നുണ്ട്. വിശാലിനപ്പോ മനസ്സിലായി അവർക്ക് യമുന ഇവിടെയുള്ള കാര്യം മനസ്സിലായി എന്ന്. വിനീത് വീണ്ടും യമുന എവിടെയെന്ന് ചോദിക്കുമ്പോ വിശാല് ഒരു ടെൻഷനോടെ എനിക്കറിയില്ല എന്ന് തന്നെ പറയാണ്. അത് കേട്ടപ്പോ നിവിന് വിശാലിനോട് പറയാണ്, നീ വീണ്ടും കള്ളം പറയുന്നത് നിർത്തിക്കോ, ഞാൻ ഇനി കുടുംബക്കാരനാണെന്നൊന്നും നോക്കൂല എന്ന് പറഞ്ഞ് വിശാലിന്റെ മോന്തക്കിട്ട് അടിക്കുകയാണ് നിവിന്. എന്നിട്ട് പറയാണ്, യമുന എവിടെയെന്ന് പറഞ്ഞോ? അപ്പോഴും വിശാല് എനിക്കറിയില്ല എന്ന് തന്നെ പറയാണ്. അത് കേട്ടപ്പോ കാവേരിയും ഗംഗയ്ക്കും എല്ലാവർക്കും ദേഷ്യം വരികയാണ്. എന്നിട്ട് വിശാലിനിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും വീട് ഫുള്ള് യമുനയെ അന്വേഷിച്ച് നടക്കുകയാണ്. എല്ലായിടത്തും അന്വേഷിച്ചിട്ടും യമുനയെ കാണാഞ്ഞപ്പോ അവര് വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു ചെറിയൊരു സ്റ്റോർ റൂം പോലത്തെ റൂം കാണാണ് അവര്. ആ റൂമിന്റെ ഡോറിന്റെ ഇടയില് യമുനയുടെ ബാഗും കാണുന്നുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലായി യമുനയെ വിശാൽ ആ റൂമിനുള്ളിലാണ് പൂട്ടിയിട്ടുള്ളത് എന്ന്. എന്നിട്ട് അവർ ആ ഡോറ് കുത്തി പൊട്ടിച്ച് യമുനയെ രക്ഷിക്കുകയാണ്. യമുനയ്ക്കാണേൽ ബോധമില്ലായിരുന്നു. അവര് കുറെ തവണ യമുനയെ വിളിക്കുന്നുണ്ട്, പക്ഷേ യമുന ഉണരുന്നില്ല. പിന്നെ കുറെ സമയം കഴിഞ്ഞപ്പോ യമുനയ്ക്ക് ബോധം വരുന്നുണ്ട്. യമുന അപ്പോ കാവേരിയെയും ഗംഗയെയും കാണുമ്പോ പൊട്ടിക്കരയാണ്. ഗംഗയും കാവേരിയും യമുനയെ അപ്പോ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് യമുനയോട് പറയാണ്, നിനക്ക് ഒന്നുമില്ല, ഞങ്ങള് വന്നില്ലേ, നീ കുറച്ച് വെള്ളം കുടിക്ക്, നിനക്ക് ഒന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. വിനീതാണെ വിശാലിനും അവന്റെ ഫ്രണ്ട്സിനും വിട്ട് നല്ല അടിക്കുവാണ്. അവര് അവസാനം അടി കൊണ്ട് തളർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. നിവിൻ എന്നിട്ട് വിശാലിനോട് ചോദിക്കാണ്, നിന്റെ ചേച്ചിയെ ഇതുപോലെ ആരേലും അടച്ചു പൂട്ടിയിട്ടാ നിനക്ക് അത് സഹിക്കോ? വിശാൽ അപ്പോ പറയാണ്, എന്റെ ചേച്ചിയുടെ കാര്യം എന്തിനാ ഇവിടെ പറയുന്നേ? നിവിൻ അപ്പോ വിശാലിനോട് പറയാണ്, നിന്റെ ചേച്ചിക്ക് എന്തേലും പറ്റിയ നിനക്കത് സഹിക്കൂല അല്ലേ? വേറെ പെണ്ണുങ്ങളാണെ നിനക്ക് കുഴപ്പമില്ല, അങ്ങനെയാണല്ലേ? നിന്റെ അച്ഛന്റെ രക്തമല്ലേ നീ? അപ്പോ അച്ഛന്റെ സ്വഭാവം കാണിക്കാതിരിക്കോ? ഇവരുടെ കുടുംബം നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ നീയും നിന്റെ അച്ഛനും ഇവരോട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വിശാലിനോട് ദേഷ്യപ്പെടുവാണ് നിവിൻ. യമുന പൊട്ടി കരയുന്ന കാണുമ്പോ കാവേരി ചോദിക്കാണ്, നീ എന്ത് വിശ്വസിച്ചിട്ടാ വിശാലിനൊപ്പം വന്നത്? യമുന അപ്പോ പറയാണ്, അവൻ എന്നോട് പറഞ്ഞത് അവന്റെ അച്ഛൻ നമ്മുടെ അച്ഛനിൽ നിന്നും ചതിച്ചെടുത്ത സ്വത്തിന്റെ പ്രൂഫ് എല്ലാം തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഞാനാണെ
അതൊക്കെ വിശ്വസിച്ചു പോയി. അതാ ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് യമുന. യമുന വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോ ഗംഗയ്ക്കും കാവേരിക്കും വിനീതിനും നിവിനും ഒക്കെ സങ്കടാവുന്നുണ്ട്. എന്നിട്ട് യമുനയെ ആശ്വസിപ്പിക്കുകയാണ് ഗംഗയും കാവേരിയും ഒക്കെ. അപ്പൊ കാവേരി യമുനയോട് ചോദിക്കുകയാണ്, വിശാല് നിന്നെ എന്തേലും ചെയ്തോ? യമുന അപ്പൊ പറയാണ്, വിശാല് എന്നോട് മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോ കാവേരിയും ഗംഗയും യമുനയെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. യമുന അപ്പോ സങ്കടപ്പെട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. വിശാല് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് റൂമിലിട്ട് പൂട്ടുവായിരുന്നു. ഞാൻ കുറെ തവണ അവനോട് കെഞ്ചി പറഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ. അപ്പോ അവൻ എന്നോട് പറയാണ്, നീയും നിന്റെ കുടുംബവും എന്റെ അച്ഛനെ നാണം കെടുത്തിയില്ലേ? ഇപ്പോ നിന്നെ കാണാത്തത് അറിഞ്ഞ നാട്ടുകാര് ഫുള്ളും നിന്റെ കുടുംബത്തെ നാണം കെടുത്തു എന്നൊക്കെ വിശാല് പറഞ്ഞത് ഓർത്ത് യമുന പൊട്ടിക്കരയുവാണ്. ഗംഗയ്ക്കും കാവേരിക്കും എന്ത് പറഞ്ഞ് യമുനയെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ യമുനയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. എന്നിട്ട് വിശാലിനെയും കൂട്ടിയിട്ടാണ് അവര് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നത്. ഗംഗ ശാരദയെ വിളിച്ച് യമുനയെ കിട്ടിയെന്ന് ഫോൺ ചെയ്ത് പറയാണ്. അപ്പോഴാണ് ശാരദയ്ക്കും അച്ചമ്മയ്ക്കും വീട്ടിലുള്ളവർക്കും ഒക്കെ ഒരു ആശ്വാസമാകുന്നത്. എന്നിട്ട് ഗംഗയോട് ശാരദ ചോദിക്കാണ്, യമുനയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലാലോ? എവിടുന്ന യമുനയെ കണ്ടുപിടിച്ച്? ഒരു പ്രശ്നവും ഇല്ലാലോ? യമുനയ്ക്ക് ഒന്ന് ഫോൺ കൊടുത്തേ. യമുന അപ്പോ ഗംഗയോട് പറയാണ്, ഞാൻ സംസാരിക്കുന്നില്ല, എനിക്ക് അമ്മയെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരയാണ് യമുന. കാവേരി അപ്പോ ഫോൺ വാങ്ങി പറയാണ്, അമ്മ യമുനയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അവള് നന്നായി തന്നെയാണ് ഇരിക്കുന്നത്. അമ്മ വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ടാണ് യമുന സംസാരിക്കാത്തത്. ഞങ്ങളിപ്പോ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയാണ്. എന്താണ് നടന്നതെന്ന് ഞങ്ങള് വീട്ടിൽ വന്നിട്ട് പറയാം. ശാരദ അപ്പൊ ചോദിക്കാണ്, നീ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലോ, ശരിക്കും യമുനയെ കിട്ടിയോന്ന് ചോദിക്കാണ്. കാവേരി അപ്പോ അമ്മയുടെ ഒരാശ്വാസത്തിന് യമുനയോട് സംസാരിക്കാൻ പറയാണ്. യമുന അപ്പോ കരഞ്ഞോണ്ട് അമ്മയെ വിളിക്കാണ്. എന്നിട്ട് ശാരദയോട് സോറി, ഞാൻ അറിയാതെ ചെയ്തതാണ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് യമുന. ശാരദയും അപ്പോ ഇവളുടെ വർത്താനം കേട്ട് കരയാണ്. എന്നിട്ട് യമുനയോട് പറയാണ്, ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്, മോള് പേടിക്കണ്ട, അമ്മ ഉണ്ട് കൂടെ. ഗംഗ എന്നിട്ട് ഫോണ് വാങ്ങി അമ്മയോട് പറയാണ്, അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട, ഞങ്ങള് കുറച്ചു കഴിഞ്ഞാ വീട്ടിലെത്തും, അമ്മ പേടിക്കാതെ ഏരി എന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യുവാണ്. യമുനയെ കാണാനില്ലാത്ത കാര്യമൊക്കെ അറിഞ്ഞ് ജയബാലനും സ്നേഹതീരം വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴാ റോഡ് ഫുള്ളും നാട്ടുകാർ നിൽക്കുന്നതൊക്കെ ജയബാലൻ കാണുന്നുണ്ട്. സുജാത വന്ന് നാട്ടുകാരെ ഒക്കെ പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും അവിടുന്ന് പോകുന്നില്ല. വിനീതും ഗംഗയും നിവിനും കാവേരിയും ഒക്കെ അവരെന്നിട്ട് ഒരു ചായ കുടിക്കാൻ ഒരു സ്ഥലത്ത് നിർത്തുകയാണ്. യമുനയുടെ മുഖവും കയ്യും ഒക്കെ ചുവന്ന് നീര് വന്ന പോലെ കണ്ടപ്പോ കാവേരിയും ഗംഗയും യമുനയോട് ചോദിക്കാണ്, വിശാല് നിന്നെ അടിച്ചിരുന്നോ? യമുനയ്ക്കാണേൽ കയ്യും മുഖത്തൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. കാവേരി യമുനയോട് ചോദിക്കാണ്, നിനക്ക് ഇങ്ങനെ വേദന എടുക്കുന്നുണ്ടേൽ വിശാല് നിന്നെ അടിച്ചിരുന്നോന്ന് തന്നെ ചോദിക്കാണ്. യമുന അപ്പൊ കരഞ്ഞോണ്ട് പറയാണ്, ആ ചേച്ചി, വിശാല് എന്നെ ഒരുപാട് തവണ അടിച്ചിരുന്നു. അത് കേട്ട് കാവേരി ദേഷ്യത്തില് കാറിൽ വന്ന് വിശാലിനെ ഇട്ട് ഒരുപാട് തല്ലുകയാണ്. എന്നിട്ട് വിശാലിനോട് പറയാണ്, നീ എന്റെ യമുനയെ അടിക്കോ? ചോദിക്കാൻ ആരുമില്ലാന്നാണോ നീ കരുതിയേ? അവൾക്ക് അച്ഛൻ മാത്രമേ പോയിട്ടുള്ളൂ, ഞങ്ങളെല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞ് വിശാലിനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് കാവേരി. അപ്പോ നിവിനും വിനീതും ഗംഗയും കൂടി കാവേരിയെ പിടിച്ചു മാറ്റുന്നൊക്കെയുണ്ട്. ജയബാലനോട് അച്ഛമ്മ പറയാണ്, യമുനയെ കാവേരിയും ഗംഗയും വിനീതും കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അവര് യമുനയെയും കൂട്ടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വന്നിട്ട് പറയാന്നാ പറഞ്ഞു. ജയബാലൻ അപ്പൊ ചോദിക്കുകയാണ്, യമുനയെ എവിടുന്നാ കിട്ടിയത്? ആരാണ് തട്ടിക്കൊണ്ടുപോയത്? അച്ഛമ്മ അപ്പൊ പറയാണ്, അതൊന്നും അറിയൂല, അവര് വന്നിട്ട് എല്ലാം പറയാന്നാ പറഞ്ഞത്. യമുന മിസ്സായ കാര്യം പോലീസിനോട് ഇവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജയബാലൻ വന്ന് പോലീസിനോട് പറയാണ്, യമുനയെ കിട്ടിയെന്നാ അവര് പറയുന്നത്, എന്താ നടന്നത് എന്നൊന്നും അറിയൂല, വന്നോണ്ടിരിക്കാന്നാ പറഞ്ഞ്. ജയബാലന് വിശാലാണ് യമുനയെ തട്ടിക്കൊണ്ടു പോയത് എന്ന കാര്യം അറിയൂല, അതുകൊണ്ടാണ് പോലീസുകാരോട് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത്. അപ്പോഴാണ് യമുനയെയും കൂട്ടി അവരുടെ കാറ് വരുന്നത്. കാറിന്ന് നിവിന് ഇറങ്ങി വരുന്നത് കണ്ട് ജയബാലൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. രാജേശ്വരി വഴി നിവിനും ആ കുടുംബവുമായുള്ള ബന്ധം സ്റ്റോപ്പ് ചെയ്തതാണ്. എന്നിട്ടും നിവിൻ ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോ ജയബാലൻ ഒന്ന് ഞെട്ടുന്നുണ്ട്.
പുറത്ത് നാട്ടുകാരും പോലീസും നിൽക്കുന്നേ കണ്ട് കാറിലുള്ള എല്ലാവരും വിഷമിക്കാണ്. നാട്ടുകാര് യമുനയെ കണ്ട ഓരോന്ന് മോശമായി പറയുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഒരു ടെൻഷനോടെയാണ് അവരെല്ലാവരും കാറിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഗംഗയും കാവേരിയും കൂടി യമുനയുടെ മുഖം ഷാള് കൊണ്ട് മറച്ചു പിടിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറി പോകുന്നത്. യമുനയെ കാണുന്ന ശാരദയും വീട്ടിലുള്ള എല്ലാവർക്കും സങ്കടാവുകയാണ്. ശാരദയും അച്ഛമ്മയും എല്ലാരും വന്ന് യമുനയെ കെട്ടിപ്പിടിച്ച് കരയാണ്. സുജാത അപ്പോ ഗംഗയോട് ചോദിക്കുകയാണ്, വിനീത് എവിടെ? വിനീതിനെ കണ്ടില്ലല്ലോ. അപ്പോഴാണ് വിനീത് കാറിന്റെ ഡിക്കി തുറന്ന് വിശാലിനെ പുറത്തേക്ക് ചവിട്ടിയിടുന്നത്. വിശാലിനെ അപ്പോഴാണ് അവിടെ കൂടി നിൽക്കുന്ന നാട്ടുകാരും എല്ലാരും കാണുന്നത്. വിശാലിനെ കണ്ട് ശേബാലനും ഒന്നും ഞെട്ടുന്നുണ്ട്. വിനീത് എന്നിട്ട് വിശാലിനെ പിടിച്ചു വലിച്ച് ശേബാലിന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാണ്. അടുത്ത എപ്പിസോഡിൽ വിശാലിനെതിരെ ഇവരെല്ലാരും കംപ്ലൈന്റ് കൊടുക്കുന്നൊക്കെയാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.